തിരുവനന്തപുരം പുല്ലുവിളയിൽ തെരുവുനായയുടെ കടിയേറ്റ് കൊല്ലപ്പെട്ട ജോസ്ക്ലിന്റെ മൃതദേഹവുമായി നാട്ടുകാർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ്. തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക, 48 മണിക്കൂറിനകം പരിസരം വൃത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. ഇന്നലെ രാത്രിയായിരുന്നു നായ്ക്കളുടെ ആക്രമണത്തെ തുടർന്ന് ജോസ്ക്ലിൻ മരിച്ചത്. നിങ്ങളുടെ പ്രതിനിധിയുണ്ട് പുല്ലുവിളയിൽ നിന്ന്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. നാട്ടുകാരുടെ മൃതദേഹം സംസ്കരിക്കാൻ നാട്ടുകാർ സമ്മതിച്ചിട്ടില്ല. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം ഉണ്ടാകണം, അടുത്ത 48 മണിക്കൂറിനകം എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. സെയ്ഫ് സൈനുലാബ്ദീൻ ഞങ്ങളുടെ പ്രതിനിധി പുല്ലുവിളയിൽ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം വിവരങ്ങളുമായുണ്ട്. സെയ്ഫ്, രാവിലെ മുതൽ തന്നെ മരിച്ച ജോസ്ക്ലിൻ്റെ ഭാര്യയും ബന്ധുക്കളും റോഡ് ഉപരോധം തുടങ്ങിയിരുന്നു. തുടർന്നാണ് നാട്ടുകാർ അവരെ പിന്തുണച്ച് രംഗത്തെത്തിയത്. ഇപ്പോഴെന്താണ് അവരുടെ ആവശ്യം? മൃതദേഹം സംസ്കരിക്കാതെ പ്രതിഷേധവുമായി നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഏത് നിലയ്ക്കുള്ള പരിഹാരമാണ് അവർ ആവശ്യപ്പെടുന്നത്? ഗോപി, 9 മാസം മുമ്പാണ് പുല്ലുവിളയിൽ ശിലുവമ്മ എന്ന സ്ത്രീ തെരുവുനായയുടെ കടിയേറ്റ് മരണപ്പെട്ടത്. അതിനുശേഷം ഏതാണ്ട് 478 പേരെ ഈ 9 മാസത്തിനിടയിൽ തെരുവുനായ്ക്കൾ കടിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ജോസ്ക്ലിൻ എന്നയാൾ കടലിലേക്ക് പോകുന്ന വഴി തെരുവുനായ്ക്കൾ കടിച്ചു കീറുകയും രാവിലെയോടുകൂടി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. അദ്ദേഹം മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്താൻ വൈകിയെന്ന് ആരോപിച്ചുകൊണ്ട് നാട്ടുകാർ നേരത്തെ തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഏതാണ്ട് 3 മണിക്കൂർ മുമ്പാണ് ജോസ്ക്ലിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി പുല്ലുവിളയിൽ എത്തിച്ചത്. എന്നാൽ നാട്ടുകാർ മൃതദേഹം സംസ്കരിക്കാൻ തയ്യാറായിട്ടില്ല. നാട്ടുകാരും ബന്ധുക്കളും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം തന്നെയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വി എസ് ശിവകുമാർ MLA അടക്കമുള്ളവരും ഇവിടെ എത്തിയിരുന്നു. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, 48 മണിക്കൂറിനകം തന്നെ ഈ പുല്ലുവിള പ്രദേശം പൂർണ്ണമായും സർക്കാർ വൃത്തിയാക്കണം. മറ്റൊന്ന്, ശാശ്വതമായ പരിഹാരം ഈ തെരുവുനായ പ്രശ്നത്തിന് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ. ജോസ്ക്ലിൻ്റെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് രാവിലെ തന്നെ നിയമസഭയിൽ മന്ത്രി KT ജലീൽ വ്യക്തമാക്കിയിരുന്നു. ധനസഹായം നൽകുമെന്ന്. എന്നാൽ എത്രത്തോളം രൂപ ധനസഹായം നൽകുമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നില്ല. ഈ ആവശ്യങ്ങൾ, ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക, ഈ നാട് വൃത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാതെ ജോസ്ക്ലിൻ്റെ മൃതദേഹവുമായി വീട്ടിലേക്ക് പോവുകയോ സംസ്കരിക്കുകയോ ചെയ്യില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ബന്ധുക്കളും മറ്റുമുള്ളത്. അല്പസമയം മുമ്പ് ADM ഇവിടെ എത്തി M വിൻസെൻ്റ് അടക്കമുള്ള MLA മാരുമായി ചേർന്നുകൊണ്ടൊരു ചർച്ച നടത്താനുള്ള ആലോചനകൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ കളക്ടർ അടക്കമുള്ളവരെത്തി ഈ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ എന്തു തന്നെയായാലും തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാതെ ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് നാട്ടുകാരും മറ്റും ഉള്ളത്. കാരണം ഇപ്പോഴേതെങ്കിലും തരത്തിൽ സമരം പിൻവലിച്ചാൽ വരും ദിവസങ്ങളിലും കൂടുതൽ ആൾക്കാർക്കെതിരെ തെരുവുനായയുടെ അക്രമം ഉണ്ടാകും. കഴിഞ്ഞ തവണ ശിലുവമ്മ മരിച്ചപ്പോൾ പോലും ശാശ്വതമായ പരിഹാരം ഇതിന് കണ്ടെത്താമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടും അതിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ആർച്ച് ബിഷപ്പ് സൂസപാക്യം അല്പസമയം മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തു. സംസ്ഥാനമൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തന്നെയാണ് ലത്തീൻ അതിരൂപത തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ വാക്കിന് വിശ്വസിക്കില്ല എന്ന് തന്നെ അല്പസമയം മുമ്പ് ബിഷപ്പ് വ്യക്തമാക്കുകയും ചെയ്തു. എന്തു തന്നെയായാലും നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സർക്കാർ വന്ന് ഉറപ്പ് നൽകിയില്ലെങ്കിൽ ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. സെയ്ഫ് സൈനുലാബ്ദീനാണ് വിവരങ്ങൾ നൽകുന്നത്. സെയ്ഫ്, സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു? എന്താണ് സർക്കാരിൻ്റെ നിലപാട്? പ്രതിനിധികൾ ആരെങ്കിലും ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്, രാവിലെ മുതൽ തന്നെ ബന്ധുക്കൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്നായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ മനഃപൂർവ്വം സർക്കാർ വൈകിപ്പിക്കുകയാണ്, നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുകയാണ് എന്ന ആക്ഷേപം, എന്ന കുറ്റപ്പെടുത്തൽ അവരുടെ ഭാഗത്ത് നിന്ന് തുടക്കത്തിലുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ സർക്കാരിൽ നിന്നുള്ള ഉറപ്പ് പൂർണ്ണമായി ലഭിക്കാതെ, അതായത് പരിസര പ്രദേശം വൃത്തിയാക്കുകയും മതിയായ ധനസഹായം നൽകുക, അതോടൊപ്പം തന്നെ മറ്റാവശ്യങ്ങൾ, തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം, ഈ ആവശ്യങ്ങൾ പരിഗണിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ സർക്കാർ ഏത് നിലയ്ക്കാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണ്? ജോസ്ക്ലിൻ്റെ മരണമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക്
പോസ്റ്റ്മോർട്ടം വേഗത്തിൽ നടത്തി തിരികെ വിട്ടുതരണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിയതോടുകൂടി നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു. ഇത് വലിയ രീതിയിലുള്ള ഒരു സൂചന തന്നെയാണ് സർക്കാരിന് നൽകിയിരുന്നത്. പ്രക്ഷോഭം വലിയ രീതിയിൽ വളരുമെന്ന സൂചനകൾ സർക്കാരിന് ലഭിച്ചു. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ സബ് കളക്ടർ അടക്കമുള്ളവരെത്തി ആദ്യഘട്ടത്തിൽ ഒരു ചർച്ച നടത്തിയത്. എന്നാൽ ചർച്ചയിൽ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ നാട്ടുകാർ തയ്യാറായില്ല. അവർ പറയുന്നത് ശാശ്വതമായ ഒരു പരിഹാരം വേണം, ഇതിന് തന്നെയാണ് തെരുവ് നായ്ക്കളെ കൊല്ലണം എന്നടക്കമുള്ള കർശന നിലപാട് തന്നെയാണ് നാട്ടുകാർ സ്വീകരിക്കുന്നത്. പക്ഷേ സർക്കാരിന് ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു ഉറപ്പ് കൊടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം സുപ്രീം കോടതി അടക്കം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തെരുവ് നായ്ക്കളെ കൊല്ലരുത് എന്നാണ്. മന്ത്രി KT ജലീൽ അടക്കമുള്ളവർ നിയമസഭയിൽ കൃത്യമായി തന്നെ ഇതിന് വിശദീകരണം നൽകുന്നതിൽ തെരുവ് നായ്ക്കളെ കൊല്ലുമെന്ന വാക്ക് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവർ പറയുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം. അത് തെരുവ് നായ്ക്കളെ കൊല്ലുകയോ അല്ലെങ്കിൽ വന്ധ്യീകരിക്കുകയോ എന്ത് നടപടി വേണമെങ്കിലും സർക്കാർ സ്വീകരിച്ചോട്ടെ. പക്ഷേ തങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം ഇതിന് വേണം. കാരണം രാത്രികളിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം പുല്ലുവിളയിലുണ്ട്. 9 മാസം മുമ്പ് ശിലുവമ്മ സ്ത്രീയെ തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നപ്പോഴും എല്ലാ നടപടികളും ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പുകളെല്ലാം പാലിക്കപ്പെട്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല. ഈ ശിലുവമ്മ കൊല്ലപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 478ഓളം പേർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റു. ഇന്നലെ രാത്രിയോടുകൂടി ജോസ്ക്ലിൻ മരണപ്പെടുകയും ചെയ്തു. ഇനിയും തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കർശന നിലപാട് തന്നെ വിവരങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇതേ സ്ഥലത്ത് പുല്ലുവിളയിൽ ചീരുവമ്മ എന്ന വൃദ്ധ നായ്ക്കളുടെ കൂട്ട ആക്രമണത്തിന് ഇരയായി മരിച്ച സാഹചര്യം ഉണ്ടായത്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ കഴിഞ്ഞ 9 മാസത്തിനിടയിൽ 478 പേരെ ഈ പ്രദേശത്ത് മാത്രം നായ്ക്കൾ കടിച്ചു പരിക്കേൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടി? ഏത് രീതിയിലാണ് തെരുവുനായ ശല്യത്തെ നേരിടാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്? അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലുക തന്നെ വേണം എന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഏത് നിലയ്ക്കാണ് അംഗീകരിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് നമുക്ക് പരിഹാരം കാണാൻ കഴിയുക എന്നാണ് പുല്ലുവിളയിൽ ജോസ്ക്ലിൻ്റെ മരണം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ എഡിഷൻ ഇന്ന് വിശദമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. പുല്ലുവിളയിലെ ജനങ്ങൾ ഇപ്പോഴും പ്രതിഷേധത്തിൻ്റെ പാതയിലാണ്. തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാതെ മൃതദേഹം സംസ്കരിക്കാതെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാർ പ്രതിനിധികൾ ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം നഗരസഭാ മേയർ VK പ്രശാന്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് നിന്നും സെൻറ്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് CPPR ചെയർമാൻ ഡോക്ടർ D ധനുരാജ് ഉണ്ട് കൊച്ചി ബ്യൂറോയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ജനസേവാ ശിശുഭവൻ്റെ ശ്രീ ജോസ് മാവേലി കൊച്ചിയിൽ, സ്ട്രേ ഡോഗ് മൂവ്മെൻറ്റിൻ്റെ ശ്രീ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. M വിൻസെൻ്റ് MLA ഈ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ചർച്ചയിൽ. VK പ്രശാന്ത്, മുൻപും തെരുവുനായ ശല്യം രൂക്ഷമായിരുന്ന സമയത്താണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന ഉറപ്പ് സർക്കാർ നൽകിയത്. മന്ത്രി KT ജലീൽ ഇക്കാര്യത്തിൽ വേണ്ട കാര്യങ്ങൾ നടത്തി, വന്ധ്യംകരണം നടത്തി, അല്ലെങ്കിൽ തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാർ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പുല്ലുവിളയിൽ ഇത് രണ്ടാമത്തെ സംഭവമാണ്. ഒട്ടേറെ പേർക്ക് നായയുടെ കടിയേറ്റ് പലരും ചികിത്സ തേടുന്ന സാഹചര്യമുണ്ടായി. എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുക? നേരത്തെ കരിങ്കുളത്ത് ഇത്തരമൊരു സംഭവം ഉണ്ടായ സമയത്ത് അവിടെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. കുറേയധികം നായ്ക്കളെ കൊല്ലുന്ന ഒരു സ്ഥിതിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അവിടെ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് ആ അക്രമകാരികളായ പട്ടികളെ പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഫലവത്തായില്ല എന്നാണ് ഇപ്പോൾ ഈ സംഭവം തെളിയിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ്റിന് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിയമപരമായി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. ശ്രീ ജോസ് മാവേലി അടക്കമുള്ള ആൾക്കാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ കുറേയധികം നായ്ക്കളെ കൊല്ലുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ പല ജനപ്രതിനിധികളടക്കം ഇന്നിപ്പോൾ പ്രതികളായി നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നായകടിയേക്കുന്ന ആൾക്കാർക്ക് നഷ്ടപരിഹാരം അടക്കം കൊടുക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇപ്പോൾ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരം നഷ്ടപരിഹാര തുകകൾ അവരുടെ വിഹിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് നാടിലെ സംഭവവികാസങ്ങൾ മാറുകയാണ്. യഥാർത്ഥത്തിൽ ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും മൃഗസ്നേഹികളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നായയുടെ എണ്ണം കുറയ്ക്കുന്ന ഫലവത്തായ നടപടികളെക്കുറിച്ച് ആലോചിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്.
ഇപ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ നഗരസഭയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമപരമായിട്ടുള്ള വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മാത്രമേ പ്രതികരണങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കൂ, അതിൻ്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കൂ എന്നുള്ളൊരു പരിമിതിയുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട ആൾക്കാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇത്തരമൊരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഗവൺമെൻറ് എല്ലാ ജില്ലാ പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വളരെ ആക്റ്റീവായി ABC പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിരുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ ഏകദേശം 7000-ഓളം വരുന്ന നായ്ക്കളെ ABC പ്രോഗ്രാമിന് വിധേയമാക്കിയിരുന്നു. അപ്പോൾ അത്തരം പ്രോഗ്രാമുകൾ നിരന്തരമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ അതൊന്നും നായ്ക്കളുടെ എണ്ണം പെട്ടെന്ന് നിയന്ത്രിക്കുന്നതിനും അക്രമ സ്വഭാവം നിയന്ത്രിക്കുന്നതിനും ശാശ്വതമായ പരിഹാരമല്ല എന്നാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ജോസ് മാവേലി, നായ ഉന്മൂലന സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണല്ലോ താങ്കൾ. അതിനെതിരെ താങ്കൾക്ക് ഇപ്പോൾ കോടതി നടപടികൾ നേരിടേണ്ട സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പുല്ലുവിള സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത്? ജോസ് മാവേലി, താങ്കൾ കേൾക്കുന്നുണ്ടോ? വളരെ സങ്കടകരമായ അവസ്ഥയാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോകുന്നത്. ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വലിയ സങ്കടാവസ്ഥയാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, സ്കൂൾ തുറക്കാൻ പോവുകയാണ്. യെസ് കേൾക്കുന്നുണ്ട്. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ജനം മുഴുവനും വളരെ സങ്കടത്തിലാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം, അത് ബഹുമാനയുടെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് സർവകക്ഷി യോഗം വിളിക്കണം. അങ്ങനെ സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മത നേതാക്കന്മാരെയും എല്ലാവരും വിളിച്ചിട്ടാണ് സർവകക്ഷി യോഗം വിളിക്കേണ്ടത്. അപ്പൊ 99% ആൾക്കാർ ഉടനെ പറയുന്നതാണ് തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യണം. ബഹുഭൂരിപക്ഷം പറയുന്നത് തെരുവ് നായ്ക്കളെ കൊല്ലണം എന്ന് തന്നെയാണ്. ഇനി ഇതിന് സുപ്രീം കോടതി നിയമം അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടില് ജല്ലിക്കെട്ട് വിവാദം ഉണ്ടായി. അവിടെ ജല്ലിക്കെട്ടിൽ അവിടെ ആൾക്കാർ മുഴുവൻ ഒന്നിച്ചുകൂടിയപ്പോൾ നിയമം വേറെ വഴിക്ക് മാറിക്കൊണ്ട് അവര് സുപ്രീം കോടതി അടക്കം ആ നിയമത്തെ അംഗീകരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ കേരളത്തില് എത്രയും പെട്ടെന്ന് സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഒരു വിപ്ലവം തന്നെ ഇവിടെ ഉണ്ടാക്കണം. വളരെ അർജന്റായിട്ട് ചെയ്യേണ്ടത് അതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ പറയുന്നത് എന്താണ്? തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യണം, ഒന്നുകിൽ ഷെൽട്ടർ അടയ്ക്കണം, അതല്ലെങ്കിൽ കൊന്നു കളയണം. ഇത് എന്തെങ്കിലും തീരുമാനം എടുക്കും. അതായത് 2001 വരെ കേരളത്തില് എല്ലാ തെരുവ് നായ്ക്കളെ കൊല്ലുവാനായിട്ട് പഞ്ചായത്തുകൾക്ക് അധികാരം ഉണ്ടായിരുന്നു. ഓരോ പഞ്ചായത്തുകൾക്കും ഒരു പട്ടിയെ കൊന്നു കഴിഞ്ഞാൽ 50 രൂപ വെച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ഗവൺമെന്റ് നയം ഉണ്ടായിരുന്നു. ആ നയം എടുത്തു കളഞ്ഞത് നായസ്നേഹികളും അതിനൊപ്പം തന്നെ കുറെ മൃഗസ്നേഹികൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കൂടിയിട്ട് ഒരു നിയമം സുപ്രീം കോടതി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒരു നിയമം കൊണ്ടുവന്നാണ്. ആ നിയമം നമുക്ക് എടുത്ത് കളയേണ്ടിയിരിക്കുന്നു. ആ നിയമം തെരുവുനായ്ക്കളെ ഉന്മൂലനം ചെയ്യുക എന്നത് തന്നെയാണ് ഇതിനുള്ള പരിഹാരം എന്നാണോ ജോസ് മാവേലി താങ്കൾ പറയുന്നത്? സർവകക്ഷി യോഗം വിളിക്കാതെ കാര്യം നടക്കുകയില്ല. സർവകക്ഷി യോഗം തീർച്ചയായിട്ടും തെരുവുനായ്ക്കളെ ഉന്മൂലനം ചെയ്യാതെ നിവൃത്തിയില്ല. രണ്ട് വിഷയമാണ് കേരളത്തിന്റെ ശാപം. ഒന്ന് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാലിന്യത്തിന്റെ പേര് വേറെ വശം. ഇത് രണ്ട് കാര്യങ്ങളും നമുക്ക് വളരെ അപകടമാണ്. മാലിന്യം മൂലം ആൾക്കാർ രോഗികളായി മാറുന്നു. തെരുവുനായ്ക്കൾ മൂലം ആൾക്കാർ പേ വിളിച്ച് മരിക്കാൻ പോകുന്നു. ഈ രണ്ട് വിഷയങ്ങൾക്കും, രണ്ട് ഗൗരവമായ വിഷയങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് കേരള സർക്കാർ തന്നെയാണ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു അജണ്ടയുണ്ട്. ഇവിടെ ഒരു എന്താ പറയാ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഈ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് തെരുവ് നായ്ക്കള് ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വീട്ടുകാർ അല്ലെങ്കിൽ ആ നാട്ടുകാർ പറയുന്നത് മേനകാഗാന്ധി ആണ് അതിന്റെ പ്രധാന ആള്. അങ്ങനെ മേനകാഗാന്ധിക്ക് നമ്മളെല്ലാവരും ശപിക്കുന്നു. ഓക്കെ, ഇവിടെ മേനകാഗാന്ധിയുടെ പേരും പറഞ്ഞിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും വളരെ ഉള്ളിൽ സന്തോഷിക്കുകയാണ്. ഇവിടെ വന്ധീകരണം എന്നൊക്കെ പറഞ്ഞിരുന്ന് നമ്മളെല്ലാവരും മണ്ടന്മാരാക്കുകയാണ്. എന്താണ് വന്ധീകരണം എന്ന് എനിക്കറിയില്ല. വന്ധീകരിച്ച പട്ടികൾ ആൾക്കാരെ കടിക്കുകയില്ലേ? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? വന്ധീകരിച്ചുകൊണ്ട് യാതൊരു കാര്യം ഇവിടെ കാണുന്നില്ല. വന്ധീകരിച്ചപ്പോൾ തെരുവുനായ്ക്കളെ എണ്ണം നോക്കുമ്പോൾ കഴിഞ്ഞ ജസ്റ്റിസ് ശശികലൻ കമ്മീഷൻ പറയുന്നത് 3 ലക്ഷം തെരുവുനായ്ക്കൾ കേരളത്തിലുണ്ടെന്നാണ്. 6 മാസം മുമ്പ് പറഞ്ഞ കഥയാണ്. ഇന്നിപ്പോ സർവേ എടുക്കുകയാണെങ്കിൽ ആ 3 ലക്ഷം തെരുവുനായ്ക്കൾ എന്ന് പറയുന്നത് 9 ലക്ഷം ആയിട്ടുണ്ടാവും. അങ്ങനെ ഇത്രയും തെരുവുനായ്ക്കളെ എങ്ങനെയാണ് ഷെൽട്ടർ അടയ്ക്കാന്ന് പോലും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. കൃഷ്ണൻകുട്ടി എന്നോടൊപ്പമുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, സുപ്രീം കോടതി ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ കോടതി ചോദിച്ചത് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം തെരുവുനായ പ്രശ്നം ഇത്ര രൂക്ഷമായിട്ടുള്ളത് എന്നാണ്. എന്തുകൊണ്ടാണത്? കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ മത്സ്യമാംസ ഭക്ഷണം ധാരാളമായി കഴിക്കുന്നുണ്ട്. മത്സ്യമാംസ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഈ ജീവികൾ വളരാനും പെരുകാനും ധാരാളം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ കാരണം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഈ നായ്ക്കളുടെ എണ്ണം കുറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് മനുഷ്യർക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, മത്സ്യമാംസം കഴിക്കരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനത് കഴിക്കാറില്ല, മത്സ്യമാംസം കഴിക്കാറില്ല. പക്ഷേ ഈ
ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം വേണ്ട വിധത്തിൽ അത് സംസ്കരിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു പ്രധാന കാരണം കൊണ്ട് തന്നെയാണ് അതിന് ദൈവികമായ ഒരു വഴിയാണ് നായ്ക്കള ഭക്ഷണം കഴിക്കുക. കെട്ടിക്കിടക്കുന്ന മാലിന്യമാണ് പ്രധാന പ്രശ്നം. ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. മറ്റൊരു കാര്യം, സുപ്രീം കോടതിയിൽ എത്തിച്ച് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ശ്രീ മാവേലി പറഞ്ഞു. സുപ്രീം കോടതിയെ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച് നായ്ക്കളുടെ കാര്യത്തിൽ ഒരു ഉത്തരവ് വാങ്ങാൻ കഴിയുമെന്ന് എൻ്റെ 70 വയസ്സിൻ്റെ അനുഭവം കൊണ്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം സുപ്രീം കോടതി വളരെയേറെ പഠനം നടത്തിയ ശേഷം, സർവേയും മറ്റും നടത്തിയ ശേഷമാണ് ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. ഒരൊറ്റ ചോദ്യം, ജസ്റ്റിസ് സിരിജഗൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് തെരുവ് നായ്ക്കളുടെ പ്രശ്നം അത്യധികം രൂക്ഷമാണ്, അതിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു പരിഹാരം കാണണമെന്നാണ്. ഇവിടെ ജോസ് മാവേലി പറഞ്ഞതുപോലെ മനുഷ്യജീവനെ ഇല്ലാതാക്കുന്ന തരത്തിൽ തെരുവ് നായയുടെ ആക്രമണം കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ കൊല്ലുകയല്ലാതെ മറ്റെന്താണ് മാറുന്നത്? തീർച്ചയായും അക്രമകാരികളായ നായ്ക്കൾ ധാരാളം വളരുന്നത് മറ്റ് സഹജീവികൾക്കെല്ലാം ദോഷം തന്നെയാണ്. അതുകൊണ്ട് അത്തരം നായ്ക്കളെ കൊല്ലരുതെന്ന് ആരാണ് പറയുന്നത്? ഈ മീഡിയ കൊണ്ട് തന്നെ ഒരിക്കൽ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ കടിക്കുന്ന നായെ അന്ന് അപ്പം തന്നെ കൊല്ലണമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. പലരും കരുതുന്നു മൃഗസ്നേഹം കൊണ്ട് നായ്ക്കളെ കൊല്ലാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് നായ്ക്കൾ പെരുകുന്നത്. ഈ നായ്ക്കൾ പെരുകുന്നത് കൊണ്ട് ഞങ്ങളെപ്പോലെ ഇതിനെ സ്നേഹിക്കുന്നവർക്ക് എന്ത് ഗുണമാണുള്ളത്? കഷ്ടപ്പാടാണുള്ളത്. ഞങ്ങൾ ധാരാളം നായ്ക്കളെ തെരുവിൽ നിന്നൊക്കെ ഇപ്പോഴും കൊണ്ടുപോയി ചികിത്സിച്ച് അതിന്റെ പുഴുവെല്ലാം എടുത്ത് വൃത്തിയാക്കി. അപ്പോൾ വന്ധ്യംകരണം കൊണ്ട് വന്ധ്യംകരണം കൊണ്ട് ഗുണമില്ല എന്ന് താങ്കൾ സമ്മതിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. വന്ധ്യംകരണം കൊണ്ട് വയനാട് ജില്ല മാതൃകയാക്കണം. ശ്രീ ജോസ് മാവേലി ഒന്ന് വയനാട്ടിൽ വരട്ടെ, കാണിച്ചു കൊടുക്കാം. അവിടെ മുമ്പ് കണ്ടിരുന്ന തെരുവിൽ ഉള്ളത്ര നായ്ക്കൾ ഇപ്പോൾ അവിടെ ഇല്ല. അല്ല, ജോസ് മാവേലി ചോദിച്ചത് വന്ധ്യംകരണം കൊണ്ട്. ഇപ്പോൾ ഏതാണ്ട് 3-3.5 ലക്ഷം തെരുവ് നായ്ക്കൾ കേരളത്തിലുണ്ടെന്നാണ് കണക്ക്. ഏതാണ്ട് 3 ലക്ഷം എന്തായാലും ഉണ്ടെന്നാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ ജോസ് മാവേലി ചോദിച്ചതുപോലെ വന്ധ്യംകരണം കൊണ്ട് ഈ നിലനിൽക്കുന്ന 3 ലക്ഷത്തിൻ്റെ കടി കൊള്ളാതിരിക്കാൻ കഴിയും? അത് കൃത്യമായി അതിന് വേണ്ട പരിചരണം കോടതി എന്താണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതനുസരിക്കുകയാണെങ്കിൽ ഇവിടെ കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. വയനാട് ജില്ലയിൽ ഒരു മാതൃകയായി എടുത്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അത് ചെയ്യാത്ത സ്ഥലങ്ങളിൽ അത് ആ ഫണ്ട് മുഴുവൻ വെട്ടിത്തിന്നെയാണ്. പട്ടിയുടെ ഫണ്ടും വെട്ടിത്തിന്നുന്നൊരു സ്വഭാവമാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നാട്ടുകാർക്കും ഉള്ളത്. പട്ടിയുടെ ഫണ്ട്, പാവപ്പെട്ട ആദിവാസിയുടെ ഫണ്ടൊക്കെ വെട്ടിത്തിന്നുന്നത് ഒരു പക്ഷേ സമരം ചെയ്തൊക്കെ. പട്ടികൾക്ക് എങ്ങനെ സമരം ചെയ്യാൻ കഴിയും? ഈ അടുത്ത ദിവസം പോലും ഫേസ്ബുക്കിൽ ഞാനൊരു ചിത്രം കാണാനിടയായി. വെറും 1 മിനിറ്റുള്ള ഒരു സംഭവമായിരുന്നു. എൻ്റെ കണ്ണ് നനഞ്ഞു. ഒരു പട്ടി, അമ്മപ്പട്ടി, അതിൻ്റെ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതിനടുത്ത് വാഹനം തട്ടി മരിച്ചതാണ്. അവിടെ അടുത്ത് വന്നിട്ട് ആ പട്ടി 3-4 പ്രാവശ്യം അവിടെ ചെയ്ത ചെയ്തികളെയൊക്കെ ഒരു ക്യാമറമാൻ യുക്തിപൂർവ്വം 1.5 മിനിറ്റിൻ്റെ ഒരു കൊച്ചു ഡോക്യുമെൻ്ററി പോലെ എടുത്ത് ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതുണ്ട്. അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യനേക്കാൾ ബുദ്ധിപൂർവ്വം ആ പട്ടി ആ മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ അന്ത്യയാത്ര ചെയ്തുകൊണ്ട് അതിനെ ഒരു മനുഷ്യൻ വന്ന് കുഴിച്ചിടുമ്പോൾ അതിനടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു രംഗം ഞാൻ കണ്ടു. ഇത്രയ്ക്ക് മനുഷ്യന് ബുദ്ധിയില്ലെന്നാണ്. അല്ല, മറുഭാഗത്ത് ഇന്നലെ കടിയേറ്റ് ഇന്ന് മരിച്ച ജോസ്ക്ലിന്റെ മൃതദേഹം അവിടെ സംസ്കരിക്കാതെ റോഡിൽ വെച്ച് ആ ദൃശ്യവും താങ്കളുടെ മനസ്സിലുണ്ട്? തീർച്ചയായിട്ടും. അവരുടെ കുടുംബത്തിന് ആദ്യമേ ഞാൻ അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നേർന്നുകൊള്ളുകയാണ്. 9 മാസം മുമ്പാണ് അവിടെ ഒരു സ്ത്രീ മരിച്ചത്, അതിദാരുണമായിട്ട്. അന്ന് മീഡിയ വണ്ണി ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുന്നു. അന്ന് പല നിർദ്ദേശങ്ങളും കൊണ്ടുവന്നതിൽ ഏതെങ്കിലും ഒരു നിർദ്ദേശം വേണ്ടപ്പെട്ടവർ ചെയ്തിട്ടുണ്ടോ? തൊട്ടടുത്ത ദിവസം കണ്ടത് സബ്സിഡി കൊടുക്കുകയാണ് തോക്ക് വാങ്ങാൻ. അതൊക്കെ ഒരു തരം നല്ല വഴിയല്ല, നിയമം കയ്യിലെടുക്കുന്ന വഴിയാണ്. ആ തോക്ക് ഉപയോഗിച്ച മനുഷ്യനെയും കൊല്ലാൻ ഇവിടെ കഴിയും. അതുകൊണ്ട് അത്തരം വഴിയല്ല ചിന്തിക്കേണ്ടത്. ആ 400 രൂപ ആർക്കെങ്കിലും കൊടുത്തിട്ട് പട്ടിയെ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ വരാം. ഡോക്ടർ ഡി ധനുരാജ്, ഇവിടെ അക്രമകാരികളായ നായ്ക്കൾ ഉണ്ടെങ്കിൽ, അവർ മനുഷ്യരെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ കൊല്ലണം എന്നാണ്. അല്ലാതെ മൃഗസ്നേഹത്തിൻ്റെ പേരിൽ അവർക്ക് പരിരക്ഷ ഉറപ്പുവരുത്തേണ്ട ബാധ്യത തങ്ങൾക്കില്ല എന്നാണ് കൃഷ്ണൻകുട്ടി ഈ ചർച്ചയിൽ നമ്മളോട് പറഞ്ഞത്. ഇനി താങ്കളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ, ഇങ്ങനെ തെരുവ് നായ്ക്കൾ കേരളത്തിലുണ്ട്. ഏതാണ്ട് 3 ലക്ഷത്തോളം വരുന്ന തെരുവ് നായ്ക്കൾ. അവയെല്ലാം അക്രമകാരികളായി മാറാനുള്ള സാഹചര്യം പാകപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ തലതിരിഞ്ഞ വികസന നയമാണ് എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. ഉദാഹരണത്തിന്, മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നടത്തിയിരുന്നുവെങ്കിൽ തെരുവ് നായ്ക്കൾ ഈ രീതിയിൽ അക്രമകാരികളാകുമായിരുന്നില്ല എന്നതാണ് ഒരു അടിസ്ഥാന കാരണമായി പറയുന്നത്. ശരിയാണോ അത്? നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഈ തെരുവുനായ ശല്യത്തിൻ്റെ പ്രധാന കാരണം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ ഉണ്ടായിട്ടുള്ള വീഴ്ചയാണ്. അത് ആ രംഗത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ മാലിന്യ സംസ്കരണത്തെ പറ്റി വ്യക്തമായൊരു രൂപരേഖയോ അടിസ്ഥാന നയമോ ഒന്നും നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ദീർഘകാല അടിസ്ഥാനത്തിലുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മാലിന്യ സംസ്കരണം കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ, ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മത്സ്യ മാംസാദികൾ അധികം ഭക്ഷിക്കുന്നൊരു ജനതയാണ് നമുക്കിവിടെ ഉള്ളത്.
അതോടൊപ്പം തന്നെ വളരെ ജനസംഖ്യ വളരെയധികം കൂടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. നമുക്ക് നമുക്ക് വേസ്റ്റ് തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഒഴിവ് സ്ഥലങ്ങളൊന്നും തന്നെ നമുക്കില്ല. അപ്പോൾ ഇതിൽ ഒരു സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണോ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണോ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് വേണ്ടെന്നുള്ള കാര്യത്തിൽ പോലും പല നഗരസഭകളും പല തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുകയും അതിനെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ പണ്ട് കാലത്തും നമ്മുടെ നാട്ടിൽ തെരുവ് നായ്ക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ കൂടുതലായിട്ട് വരുന്നത് എൻ്റെ ഒബ്സർവേഷനിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത് ഈ മാലിന്യ സംസ്കരണത്തിൽ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ മത്സ്യമാംസാദികൾ അധികമായി കഴിക്കുന്ന ഒരു സമൂഹം വരുമ്പോൾ അവിടെ അവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ അത് വിൽക്കുന്നവരും വാങ്ങിക്കുന്നവരും എല്ലാവരും ഒരുപോലെ തന്നെ പൊതുനിരത്തുകളിലും പൊതുസഞ്ചാര വഴികളിലും എല്ലാം തള്ളുന്നതിൻ്റെ ഭാഗമായി ഈ പണ്ടെല്ലാം വളരെ ശുഷ്കമായിരുന്ന നമ്മുടെ നായ്ക്കൾ ഇപ്പോൾ മനുഷ്യനേക്കാളും പുലിയേക്കാളും എല്ലാം വളരെ ശക്തമായ രീതിയിൽ ഇതെല്ലാം ഭക്ഷിച്ചുകൊണ്ട് ആളുകളെ അതിക്രമിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് പെട്ടെന്നൊരു പരിഹാരം എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾ പുലിയായാലും പാമ്പായാലും മനുഷ്യനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊല്ലാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ കൊല്ലുന്നുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ വന്ധ്യംകരണം കൊണ്ട് മാത്രമോ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം തേടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് നമുക്ക് ഇവിടെ ഒരു അടിസ്ഥാനപരമായി മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള നയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് മാത്രമല്ല അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത് നടപ്പിലാക്കാനുള്ള പണവും അതിനുള്ള കേപ്പബിലിറ്റിയും എല്ലാം നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കണം. അവർക്ക് കൂടുതൽ പവറും കൊടുക്കണം ഇതെല്ലാം ചെയ്യുന്നതിന്. കാരണം മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് തെരുവ് നായ്ക്കൾ ആക്രമിക്കാൻ വന്നാൽ തെരുവ് നായല്ല എന്തായാലും മനുഷ്യരെ ആക്രമിക്കാൻ വന്നാൽ കൊന്നുപോകും എന്നത് ഒരു സാമാന്യ ന്യായമായി നമുക്ക് മുന്നോട്ട് വയ്ക്കാം. അതിനപ്പുറം തെരുവ് നായ്ക്കളെ ഈ രീതിയിൽ ശൗര്യമുള്ളവരാക്കി തീർക്കുന്നതിന് പിന്നിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നിഷ്ക്രിയത്വം കാരണമായി മാറുന്നുണ്ട് എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഡി ധനുരാജ് ഇപ്പോൾ ആവർത്തിച്ച് അദ്ദേഹം ഈ ഒരു വാദമായി മുന്നോട്ട് വയ്ക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നിഷ്ക്രിയത്വമല്ലേ മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചകൾക്ക് കാരണം? അതല്ലേ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്? അല്ല, മാലിന്യം വന്നുകൂടുന്നത് തീർച്ചയായും ഇത്തരം സംഭവവികാസങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ നിലവിലുള്ള അവസ്ഥ പരിശോധിക്കുമ്പോൾ നമ്മുടെ പൊതുസ്ഥലത്തിൻ്റെ അപര്യാപ്തത പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ മാലിന്യ സംസ്കരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതല എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ വിളപ്പിശാല പ്ലാന്റിൻ്റെ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്ലാന്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാന്റിനെ പല കാരണങ്ങൾ കൊണ്ട് പൂട്ടേണ്ട ഒരു അവസ്ഥ സംജാതമായി. അതിനെ തുടർന്ന് നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണ പരിപാടി അടക്കമുള്ള പുതിയ മാർഗ്ഗങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. അപ്പോൾ ജനങ്ങൾക്കിടയിൽ നെഗറ്റീവായിട്ടുള്ളൊരു മനോഭാവം മാലിന്യത്തെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്വഭാവം അത് പല രീതികളിലൂടെ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മാലിന്യം ഒരു കാരണവശാലും റോഡിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഉള്ള മാലിന്യങ്ങളെ സംസ്കരിക്കുന്നതിന് ഓരോ വാർഡ് പ്രദേശങ്ങളിലും സംവിധാനമുണ്ടാക്കുക, അതിന് സഹകരണം തരിക എന്ന് പറയുന്ന ഏറ്റവും ക്രിയാത്മകമായ നിലയിലേക്ക് ജനങ്ങൾ കൂടി വന്നാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കൂ. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മണ്ടയിലേക്ക് എല്ലാ പഴിയും വെച്ച് കൊടുക്കുന്നത് ആശാസ്യമല്ലെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവരും കൂടി നുസൂർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ടെലിഫോൺ ലൈനിലുണ്ട്. നുസൂർ, പുല്ലുവിള സംഭവത്തിൽ ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് 48 മണിക്കൂറിനകം പരിസരം ശുചീകരിക്കുക എന്ന ഒന്നും, രണ്ടാമതായി അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം സർക്കാരിൽ നിന്ന് ഉണ്ടാവുക എന്നതുമാണ്. എന്താണ് നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു പരിഹാര മാർഗം? കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ ഒരു വയോവൃദ്ധ ഈ പട്ടികളുടെ കടിയേറ്റ് മരണമടഞ്ഞ ഒരു ദാരുണ സംഭവം നമ്മളന്ന് കണ്ടു. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടനാപരമായിട്ടുള്ള കാര്യമായി അവിടെ വൻപിച്ച പ്രതിഷേധം നടത്തി അവിടെ വലിയ തോതിലുള്ള താക്കീതുകൾ ഗവൺമെന്റിനും അതുപോലെ തന്നെ പഞ്ചായത്തിനും കൊടുത്തു. അതിന്റെ ഭാഗത്ത് അവിടെ നിന്ന് ഒരു തരത്തിലുമുള്ള നിർദ്ദേശമില്ലാത്തത് കൊണ്ട് സംഘടനാപരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ള രീതിയിൽ അവിടെ താൽക്കാലികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തു. അതിനുശേഷം അവിടെ ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് പിന്നെ തിരിഞ്ഞു നോക്കുകയോ അവിടെ മാലിന്യങ്ങള് നീക്കം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയോ അല്ല ഈ നായ്ക്കളുടെ ശല്യം ഉണ്ടാക്കാതിരിക്കുവാനുള്ള സംവിധാനമോ ഒന്നും അവിടെ ചെയ്തിട്ടില്ല.
പക്ഷെ അധികൃതരെ കണ്ണടച്ചതിന്റെ ഭാഗമായിട്ടാണ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ഭാഗത്ത് തന്നെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ക്രൂരമായ സമീപനം ഉണ്ടായത്. അപ്പോ ഈ ഭാഗത്ത് നമ്മുടെ പഞ്ചായത്ത് അധികൃതർ അല്പം കൂടെ ജാഗ്രത പുലർത്തി, സർക്കാരും അതിനകത്ത് അല്പം കൂടെ ജാഗ്രത പുലർത്തി ആ ഭാഗങ്ങളിൽ ക്രമീകരണം വരുത്താത്തിടത്തോളം കാലം ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് തികഞ്ഞ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ്. ഭരിക്കുന്ന പഞ്ചായത്തും അതുപോലെ തന്നെ സർക്കാരും ഇത് ഇടപെടാത്തത് കൊണ്ട് പറ്റിയ ഏറ്റവും ദാരുണമായ സംഭവമാണിത്. പ്രശാന്ത്, ഇന്നും ഇപ്പോൾ മന്ത്രി KT ജലീൽ പറഞ്ഞിരിക്കുന്നത് വന്ധ്യംകരണം ഒരു പ്രധാന പോംവഴിയായി ആണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വന്ധ്യംകരണത്തിലേക്ക് തന്നെ പോയാലും 3.5 ലക്ഷത്തോളം വരുന്ന തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ ഏതാണ്ട് 3-4 വർഷങ്ങൾ കഴിയും. ആ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗുരുതരമായി കൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യത്തിന് ഒരു ശാശ്വതമായ പരിഹാരം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നതാണോ വന്ധ്യംകരണം? അല്ല, വന്ധ്യംകരണം ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ തന്നെയാണ് സർക്കാരുകൾ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വന്ധ്യംകരണം നടത്തുകയാണ് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന ഏക മാർഗ്ഗം എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ഇവിടെ എല്ലാ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അക്രമകാരികളായ നായ്ക്കളെ വകവരുത്തുന്ന കാര്യത്തിൽ സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ വർക്കലയിലായാലും പുല്ലുവിളയായാലും അവിടെ മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടായിരിക്കുകയാണ്. സ്വാഭാവികമായും അവിടുത്തെ പഞ്ചായത്തിനും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ നായ്ക്കളെ പിടികൂടി കൊല്ലുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കും. നമ്മൾ ഈ അക്രമകാരികളെ കൊല്ലാമെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാൻ വരാം. ശ്രീ ജോസ് മാവേലി, അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാം, പക്ഷേ നായ്ക്കളെ ഒന്നാകെ ഉന്മൂലനം ചെയ്യുന്ന രീതി അനുവദിക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിലപാട്. അങ്ങനെയാണെങ്കിൽ താങ്കളെപ്പോലുള്ളവർ മുന്നിട്ടിറങ്ങി നടത്തുന്ന നായ ഉന്മൂലന പ്രവർത്തനം അതിനോടൊപ്പം നിൽക്കാൻ സർക്കാരിന് കഴിയില്ലല്ലോ. നമുക്ക് അക്രമകാരികളെ തെരുവുനായ്ക്കളെ കൊല്ലാം എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുള്ളൂ. തീർച്ചയായിട്ടും അക്രമകാരികളെ തെരുവുനായ്ക്കളെ കൊല്ലുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. ഇന്ന് കേരളത്തില് അതുപോലും ചെയ്യാനായിട്ട് ആൾക്കാർക്ക് മടിയാണ്. അക്രമകാരി തെരുവുനായ്ക്കളെ കൊല്ലാൻ പേടിയാണ്. കാരണം വെച്ചാൽ അങ്ങനെ കൊല്ലുന്ന ആൾക്കാരുടെ പേരിൽ കേസെടുക്കുകയാണ്. ഇപ്പൊ എന്റെ പേരിൽ 10 കേസുണ്ട് നിലവിൽ. ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാല് എവിടെയെങ്കിലും ഇതുപോലെ അക്രമകാരി നായ്ക്കൾ മനുഷ്യരെ കടിച്ച് കൊല്ലുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യരെ കടിച്ച് പിച്ച് ചീന്തുമ്പോൾ നമ്മളവിടെ ചെല്ലുന്നു, തെരുവുനായ്ക്കളെ പിടിക്കുന്ന ആൾക്കാരെ കൊണ്ട് ചെല്ലുന്നു, അവരെ നാട്ടുകാർ കൂടിയിട്ട് ആ തെരുവുനായ്ക്കളെ കൊല്ലാൻ നോക്കുന്നു. അങ്ങനെ പല സ്ഥലത്തും കൊന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്റെ പേരിൽ 10 പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. എനിക്ക് ഒരു വലിയ കേസ് പഴയൊരു കേസ് താങ്കൾക്കെതിരെ ഉള്ളത് പറയുകയാണെങ്കിൽ അത് അക്രമകാരികളായ തെരുവുനായെ കൊല്ലാൻ എന്ന പേരിൽ ഒരു വീട്ടിൽ വളർത്തുനായെ കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തി എന്ന ആക്ഷേപത്തിന്റെ പേരിലായിരുന്നു. താങ്കൾക്കറിയാമല്ലോ. അല്ലല്ല, ഒരു സ്ഥലത്തും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ വർക്കലയില് അന്ന് ഒരു നാരായണൻ പറഞ്ഞ ഒരു വയസ്സായ നാരായണൻ ചേട്ടനെ പട്ടി കടിച്ച് കൊന്നപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. അവിടെ നാട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ പട്ടിയെ പിടിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പട്ടിയെ പിടിച്ച് ഈ അക്രമകാരി തെരുവുനായ്ക്കളെ കൊന്നു. അങ്ങനെ കൊന്നതിന്റെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഓരോ സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു എന്താ പറയാ, നായസ്നേഹികളുടെ ഒരു അജണ്ടയാണ്. നായസ്നേഹികള് പട്ടി ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുപ്പിക്കുക. അതിന് നമ്മുടെ പോലീസ് വെറുതെ നോക്കി നിൽക്കുക. പോലീസ് ആ നായസ്നേഹികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ പോലീസിന് തന്നെ ഇപ്പൊ പുതിയ DGP എനിക്കറിയില്ല, പഴയ DGP ഇതിന്റെ ഒരു ആശാനായിരുന്നു. അദ്ദേഹത്തിന് തെരുവുനായ്ക്കളോട് ഭയങ്കര പ്രേമമായിരുന്നു. അദ്ദേഹം കൂടിയാണ് ഈ ഞങ്ങളെ പോലുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യണത്. ഇവിടെ മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായസ്നേഹികൾപ്പെട്ട ആളാണല്ലോ. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് ഒരു നല്ല കാര്യം വന്നിരിക്കുകയാണ്, അക്രമകാരിയെ തെരുവുനായ്ക്കളെ കൊല്ലണമെന്ന്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഞങ്ങളിപ്പോ പൂച്ചെണ്ട് കൊടുക്കാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ അങ്ങനെ പറയണം ജനങ്ങള്, അക്രമകാരികളെ തെരുവുനായ്ക്കളെ കൊല്ലുക എന്നുള്ളത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ അക്രമകാരി അല്ലാത്ത തെരുവുനായ്ക്കളെ ഓർമ്മ കാണിക്കാൻ പറ്റുമോ? എല്ലാ തെരുവുനായ്ക്കളും അക്രമകാരികളാണ്. ഈ തെരുവുനായ്ക്കൾക്ക് എല്ലാത്തിനും പേ വിഷയം ഉണ്ടാവും. ഏത് സമയത്താണ് പേ പിടിക്കുന്ന അറിയാൻ പറ്റുമോ? നമ്മുടെ ശരീരത്തിൽ ശ്രീ കൃഷ്ണൻകുട്ടി, ജോസ് മാവേലി പറഞ്ഞതിന്റെ മറ്റൊരു ഭാഷ തെരുവ് നായ്ക്കളെ കൊല്ലണമെന്നാണ്. അല്ല, അക്രമകാരികൾ എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം. എല്ലാ തെരുവ് നായ്ക്കളും അക്രമകാരികളാണെന്ന് പറയുമ്പോൾ തെരുവ് നായ്ക്കളെ കൊല്ലണം, അതാണ് അദ്ദേഹം പറയുന്നത്. ഉന്മൂലനം അതിനവിടെ നമ്മൾ എതിർക്കുന്നുള്ളൂ. ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ ആ നാട്ടിലെ ആളുകളെ മുഴുവൻ ഒരു കൂട്ട ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന പോലെയല്ലേ
നായ്ക്കളുടെ സ്നേഹം കാണണമെങ്കിൽ നായയെ വളർത്തിയിട്ടോ തെരുവിലുള്ള നായ്ക്കളെ ഒന്ന് തൊട്ട് നോക്കിയിട്ടോ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കട്ടെ. അല്ലെങ്കിൽ പ്രായോഗിക തലത്തിലുള്ള പരിഹാരം പറയൂ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് അക്രമകാരികളായ നായ്ക്കളെ വേദനിപ്പിക്കാതെ കൊല്ലുക, ദയാവധം അവർക്ക് അനുവദിക്കാം എന്ന നിയമത്തിലുണ്ടല്ലോ. കോടതി തന്നെ അനുവദിച്ചിട്ടുണ്ട്. അതിലൊരു തെറ്റുമില്ല. എന്നാൽ ആ പേരും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടതിനെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നതിലാണ് നമുക്കുള്ള എതിർപ്പ്. ജോസ് മാവേലി പറഞ്ഞ പോലെ ജോസ് മാവേലി എന്നോടൊപ്പം തയ്യാറാവുകയാണെങ്കിൽ ഒരു ദേശത്തിൻ്റെ ഒരു അറ്റത്ത് എവിടെയാണോ, ഇപ്പോൾ പുല്ലുവിള രണ്ടാമത്തെ സംഭവമാണ്, പുല്ലുവിളയിൽ ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹം എന്നോടൊപ്പം തയ്യാറുണ്ടോ? അപ്പോൾ കാണുമ്പോഴേ ഞാനൊരു മൃഗസ്നേഹി, നായ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് എറിഞ്ഞു കൊല്ലാനാണ് ഇവരും ശ്രമിക്കുക. അതിനും ഇവരുടെ കയ്യിൽ അജണ്ടയുണ്ട്. ഒരാൾ ആരെങ്കിലും സ്നേഹിച്ചു പോയാൽ അയാളെ എവിടെ ഇട്ടും ഉപദ്രവിക്കാൻ ശ്രമിക്കും. അത് ഈ തെരുവ് നായയെ ചെയ്യുന്നത് പോലെ തന്നെയാണ് കാണുന്നത്. ഈ നായപ്രേമത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ് പരിശോധിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതിൽ ഒന്നാമതായിട്ട് ഇപ്പോൾ എന്നെ ആയിരിക്കും കാണുന്നത്. എൻ്റെ വീട്ടിലെ ഒരു പട്ടിക്ക് ആലപ്പുഴ കിടക്കുന്ന ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം വളർത്തിയ ഒരു റോട്ട് വീലർ നായയെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു. 1 ലിറ്റർ പാല് വേണം ഒരു ദിവസം അതിന് കുടിക്കാൻ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് കയ്യിൽ നിന്ന് കാശെടുത്താണ് അതിനെ പോറ്റുന്നത്. പുഴു വന്നിട്ട് കാലെല്ലാം വ്രണം വെച്ചു, ചികിത്സിച്ചു ഒരു പാവപ്പെട്ട അമ്മ. ഇപ്പോഴും ഇന്ന് രാവിലെയും അതിനുവേണ്ടി പാല് വാങ്ങിക്കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന് വന്ന് കാണട്ടെ ആദ്യം. ഞങ്ങൾ അവിടെ നായ്ക്കളെ കൊണ്ടുവന്ന് ചികിത്സിച്ച് അതിനെ സുഖപ്പെടുത്തി വളർത്തുന്നത് കാണിക്കട്ടെ. ആ നായ്ക്കൾ ഒരെണ്ണം കടിക്കുന്ന സ്വഭാവം ഉണ്ടോ എന്നും തെളിയിച്ചു തരട്ടെ. അങ്ങനെയാണെങ്കിൽ അക്രമകാരികളായ തെരുവ് നായ്ക്കളെ എങ്ങനെ കണ്ടെത്തി കൊല്ലാം? അതൊരു ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. അത്തരം ഒരു നായയെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ ക്യാമറകളൊക്കെ ഉള്ളതാണ്. ഒരു പ്രദേശത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ CCTV പോലും മോഷണം പോലും പിടിച്ചെടുക്കുന്ന കാലത്ത് ഒരു പ്രദേശത്തൊരു നായ കടിച്ചു കൊല്ലുന്നത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്തരം ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഞാനും പോകാൻ തയ്യാറാണ്. അത്തരം നായ്ക്കളെ കണ്ടുപിടിക്കാൻ ഞാനും തയ്യാറാണ്. അവിടെ വെച്ച് തന്നെ കൊല്ലണം, കൊണ്ടുപോകണ്ട. കോടതി ശിക്ഷിക്കും എന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് പറയുന്നു. ഒരു കോടതിയും പറഞ്ഞിട്ടില്ല മനുഷ്യനെ ഉപദ്രവിക്കുന്ന നായ. അല്ല, ഇങ്ങനെ ഓരോ തവണയും താങ്കൾ പറയുന്നത് കൃഷ്ണൻകുട്ടി, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ തവണയും മനുഷ്യൻ കടിയേറ്റ് തെളിയിക്കണോ, കടിയേറ്റും മരിച്ചും തെളിയിക്കണോ തെരുവ് നായ അക്രമകാരിയാണ്? പാടില്ല. അതിന് മുമ്പേ ചെയ്യാൻ പറഞ്ഞതൊന്നും ആരും ചെയ്തില്ലല്ലോ ഇതുവരെ. ഈ നായ്ക്കളെയൊക്കെ ഓരോ ജില്ലകളിൽ 14 ജില്ലയേ ഉള്ളൂ കേരളത്തിൽ. നേരത്തെ ഒരു നിർദ്ദേശം വന്നിരുന്നു, 1 ഏക്കർ വസ്തു. ഈയിടെ ഒരു കോഴിക്കോട്ടുള്ള ഒരു വ്യാപാരി, അദ്ദേഹം ഒരു പ്രശസ്തനാണ്, അദ്ദേഹം നായ്ക്കളെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 10 ഏക്കർ തോട്ടത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ അവിടെ സമരം എന്തായി, കേസെന്തായി എന്നൊന്നും ഇപ്പോൾ ആർക്കും അറിഞ്ഞൂടാ. അദ്ദേഹത്തോട് ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. താങ്കൾ ചെയ്ത ജോലി ശരിയായില്ല. കോഴിക്കോട്ട് ഒരു ഫ്ലക്സും വലിച്ചൊരു വണ്ടി കെട്ടിയിട്ട് നായ്ക്കളെ വളർത്താൻ തയ്യാറുള്ളവർ അറിയിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം എന്തെങ്കിലും ചെയ്തു? ഒന്നും ചെയ്തില്ല. എൻ്റെ കൂടെ നിൽക്കട്ടെ, കാശൊന്നും മുടക്കണ്ട. അദ്ദേഹം പണം മുടക്കിക്കൊണ്ട് ആ കാര്യം അന്ന് ചെയ്തപ്പോൾ ഒരു പൈസ പോലും മുടക്കാതെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തിൽ ഭാഗം കൊടുത്തുകൊണ്ടാണ് ഞാൻ നായ്ക്കളെ പോറ്റിക്കൊണ്ടിരിക്കുന്നത്. തെളിവാണത്. എനിക്ക് എവിടെ നിന്നെങ്കിലും 1 രൂപ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. വെറ്ററിനറി കോളേജിൽ ഡോക്ടർ ഒരിക്കൽ എന്നോട് ചോദിച്ചു, കുറച്ച് പണം തന്നാൽ നിങ്ങൾക്ക് ഷെൽട്ടർ പണിയുന്നതിലൊക്കെ സഹായം. ഒരു പൈസയും വാങ്ങൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു വലിയൊരു മാധ്യമത്തിലൂടെയാണ് ഇത് വിളിച്ചു പറയുന്നത്. നാളെ അദ്ദേഹം തന്നെ ചിലപ്പം പ്രതികരിച്ചേക്കാം. ഇന്ന് വരെ അതേ പോയിട്ടില്ല. ഡോക്ടർ ഡി ധനുരാജ്, സർക്കാരിന് മുന്നിൽ ഒരു ആശയക്കുഴപ്പവും പ്രതിസന്ധിയും ഉണ്ടാകാൻ പോവുകയല്ലേ? ഒരു ഭാഗത്ത് അക്രമകാരികളായ തെരുവ് നായ്ക്കളെ മാത്രം കൊല്ലാം എന്ന് സുപ്രീം കോടതി പറയുന്നു. എന്ന് പറയുമ്പോൾ തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചവർക്കൊപ്പം സർക്കാരിന് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മറുഭാഗത്ത് ഒരു മൃതദേഹം റോട്ടിൽ കിടത്തിക്കൊണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ആ പ്രദേശത്തെ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം ഈ ഭരണകൂടം ഉണ്ടാക്കണം എന്ന ആവശ്യം മുൻനിർത്തി എങ്ങനെയാണ് ഈ സർക്കാർ ഈ പ്രശ്നത്തെ സമീപിക്കേണ്ടത്? ഈ സർക്കാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ ജോസ് മാവേലി സൂചിപ്പിച്ച പോലെ എത്രയും പെട്ടെന്നൊരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടതാണ്. ഈ ഒരു പ്രശ്നം ഇതൊരു സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ്, ഇതൊരു ലോക്കൽ പ്രശ്നമാണെന്നാണ് പലപ്പോഴും ഞാൻ ചർച്ച ചെയ്തു പോന്നിട്ടുള്ളത്. കാരണം ഈ തിരുവനന്തപുരത്തെ പട്ടി വന്ന് കൊച്ചിയിൽ കടിക്കത്തില്ല, അല്ലെങ്കിൽ കൊച്ചിയിലെ പട്ടി പോയിട്ട് കോഴിക്കോടും കടിക്കില്ല. അതുകൊണ്ടൊരു ലോക്കൽ പ്രശ്നമാണ്. പക്ഷേ സംസ്ഥാനത്ത് തെരുവ് നായ്ക്കൾ ഇപ്പോൾ 3 ലക്ഷം എന്ന് പറയുമ്പോൾ അതൊരു സംസ്ഥാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ നമ്മൾ കാശ്മീരിലായാലും ബോംബെയിലായാലും ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന പോലെ തന്നെ ഈ ഒരു ഇഷ്യൂവിലും സർക്കാർ ഇടപെട്ട് എല്ലാവരുടെയും ഒരു സമവായത്തിലെത്തിക്കൊണ്ട് അക്രമകാരികളായ നായ്ക്കളെ ഉന്മൂലനം ചെയ്യണം. പക്ഷേ അതിനോടൊപ്പം തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മളിതിൻ്റെ അടിസ്ഥാന കാരണം കണ്ടുപിടിക്കണം. ഇപ്പോൾ
പലപ്പോഴും പല വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തിയപ്പോൾ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ തെരുവ് നായ്ക്കൾ വരുന്നത് ഒരുപക്ഷെ ഈ ഫാമിലീസ്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ തീറ്റി പോറ്റാൻ പറ്റാതാവുമ്പോൾ ചിലപ്പോൾ അതിനെ പുറത്തേക്ക് കഴിച്ചു വിടാറുണ്ട്. നമ്മളിപ്പോൾ ഡൽഹിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കന്നുകാലികളെ കാണുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് കന്നുകാലികളുടെ എണ്ണം കൂടി കഴിഞ്ഞപ്പോൾ റോഡിലേക്ക് അഴിച്ചു വിടും. അപ്പോൾ അങ്ങനെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ പറ്റി മനസ്സിലാക്കിയും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെ വിജയകരമായി നടത്തിക്കൊണ്ടുപോകാമെന്നുള്ള രൂപരേഖ തയ്യാറാക്കി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അതിന് ചുമതലപ്പെടുത്തുകയും യുദ്ധകാലാടിസ്ഥാനത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം എത്രയും നേരത്തെ നടപ്പിലാക്കുകയും അതുവഴി നമ്മുടെ മാലിന്യ കൂമ്പാരങ്ങൾ പൊതുനിരത്തുകളിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ വരുന്നൊരു പ്രധാന പ്രശ്നം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിന് എത്രത്തോളം പ്രാപ്തി ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഠനങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പവറും പണവും കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിത് ചെയ്യാൻ പറ്റും. കൂടാതെ അർബനൈസേഷൻ, അതായത് നഗരവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ സ്ട്രീറ്റ് ഡോഗ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നഗരവൽക്കരണത്തിലുണ്ട്. അത് നഗരവൽക്കരണത്തെ നമുക്ക് ചെറുത്ത് നിൽക്കാനൊന്നും പറ്റില്ല. അത് ഒരു ഗ്രാജുവലി നടക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപാട് പഠനങ്ങളും വിശകലനങ്ങളും എല്ലാം അതോടൊപ്പം തന്നെ നടക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിൽ തെരുവുനായ ശല്യത്തിനുള്ള ശാശ്വത പരിഹാര വഴികൾ എന്തൊക്കെ? ഈ ചർച്ച തുടരാം. ഇടവേളയ്ക്ക് ശേഷം ഈ അതിഥികൾ ഉണ്ടാകും എന്നോടൊപ്പം. തിരുവനന്തപുരം നഗരസഭാ മേയർ വി കെ പ്രശാന്ത്, പുല്ലുവിള സംഭവത്തിലേക്ക് തന്നെ വീണ്ടും വന്നാൽ, ഒരു വർഷത്തിന് ശേഷം അതേ സ്ഥലത്ത് വീണ്ടും തെരുവുനായയുടെ ആക്രമണത്തിൽ കുറെ കൂടി പ്രായം കുറഞ്ഞ ഒരു വ്യക്തി മരണത്തിന് കീഴ്പ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ നിഷ്ക്രിയത്വം കൊണ്ടാണ് എന്നാണ് നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ആക്ഷേപിച്ചത്. ഇതേ പ്രശ്നം, തെരുവുനായ ശല്യം അവിടെ അതിരൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതിന് തെളിവാണല്ലോ 478 പേരെ നായ കടിച്ച സംഭവം. എന്തുകൊണ്ട് അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ സർക്കാർ തലത്തിൽ അതിൻ്റെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല? ആ ചോദ്യം പ്രധാനമല്ലേ? സിലുവമ്മയുടെ മരണത്തെ തുടർന്ന് ഗവൺമെൻറ് ആ കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. ഉദാഹരണത്തിന് കളക്ടറേറ്റുകളിൽ ബന്ധപ്പെട്ട കളക്ടർമാരുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തുന്ന പ്രവർത്തനമടക്കം നടത്തിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥലലഭ്യതയുള്ള സ്ഥലങ്ങളിൽ സ്ഥലമെടുത്തുകൊണ്ട് അവിടെ നായ്ക്കളെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന അടക്കമുള്ള പദ്ധതികൾക്ക് ഗവൺമെൻറ് രൂപം കൊടുത്തിരുന്നു. ABC പ്രോഗ്രാമിന് ഏതെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനത്തിന് പണത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടന്നിരുന്നു. ഞങ്ങളുടേതുപോലുള്ള നഗരസഭാ സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ പ്ലാൻ ഫണ്ട് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 3.5 കോടി രൂപയാണ് ഞങ്ങൾ ഈ തവണ ABC പ്രോഗ്രാമിൻ്റെ ശരിയായ നടത്തിപ്പിന് വേണ്ടി ചെലവിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അടക്കം നടക്കുകയാണ്. ഇപ്പോൾ സർവേ പ്രവർത്തനം നടക്കുകയാണ്. തെരുവ് നായ്ക്കൾ എത്ര എണ്ണമുണ്ട്, വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ എത്ര എണ്ണമുണ്ട് എന്നതിൻ്റെ കൃത്യമായ സർവേ അടക്കം വീട് വീടാന്തരം കയറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ലൈസൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഓൺലൈൻ വഴി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ABC പ്രോഗ്രാം മൊബൈൽ വാഹനം അടക്കം സജ്ജീകരിച്ചുകൊണ്ട് അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ്. അപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ച നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ ഏകദേശം 6000-ഓളം നായ്ക്കളെ ഞങ്ങൾ ഇതുവരെ വന്ധ്യീകരിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ നാട്ടുകാർ ഒന്നാകെ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം ഉയർത്തി രംഗത്ത് വരുമോ പുല്ലുവിളയിൽ? ഇല്ല, അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ നിരവധി ജനങ്ങൾ തന്നെ സംഘടിച്ചുകൊണ്ട് കുറേയധികം നായ്ക്കളെ കൊന്നിരുന്നു. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പത്രമാധ്യമങ്ങളുടെ മനസ്സിലാക്കുന്ന കുറേയധികം നായ്ക്കളെ പിടികൂടിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വീണ്ടും അവിടെ നായശല്യം കൂടിയതിൻ്റെ പിറകിലെ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഈ അക്രമം കുറയ്ക്കുന്നതിന് പര്യാപ്തമായില്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ശക്തമായ നടപടികൾ ആ പ്രദേശത്ത് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ജോസ് മാവേലി പറഞ്ഞ ഒരു കാര്യം, തെരുവ് നായ്ക്കൾ അക്രമകാരികളാണെങ്കിൽ കൊല്ലാം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. തെരുവ് നായ്ക്കൾ ഏത് സമയത്തും അക്രമകാരികളായി മാറാൻ കഴിയുന്നവയാണ്. അതുകൊണ്ട് തന്നെ തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യുക എന്നത് മാത്രമാണ് ഒരു പരിഹാരം എന്നാണ് ജോസ് മാവേലി പറഞ്ഞത്. അതിനോട് സർക്കാരിന് യോജിക്കാൻ കഴിയുമോ?
ഇല്ല, ഞാനത് എഗ്രി ചെയ്തുകൊണ്ടാണ് നേരത്തെ സംസാരിച്ചത്. വർക്കലയുടെ കാര്യത്തിലായാലും കരിങ്കുളത്തെ കാര്യമായാലും അവിടെ ഒരു മനുഷ്യജീവൻ എടുത്തിരിക്കുന്ന ഘാതകരായി ഈ മൃഗങ്ങൾ മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായും അക്രമകാരികളാണ് എന്നതിനെ സംബന്ധിച്ച് ഇനി ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട കാര്യമില്ല. അവിടെ അടിയന്തരമായി പഞ്ചായത്തായാലും മറ്റു സ്ഥാപനങ്ങളായാലും ഇടപെട്ട് ആ നായ്ക്കളെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെയ്യുക തന്നെ. ശരി, ശ്രീ കൃഷ്ണൻകുട്ടി, സിരിജഗൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു സർവേ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ സർവേ ഫലത്തിൽ പറയുന്നത് ആളുകൾക്കിടയിൽ അഭിപ്രായം ആരാഞ്ഞപ്പോൾ 85% പേരും തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യണം അല്ലെങ്കിൽ കൊല്ലണം എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ്. ഇത് കേരളത്തിൻ്റെ സവിശേഷമായ ഒരു മനോഭാവമാണോ? തീർച്ചയായും അതിന് അഭിപ്രായം പറയേണ്ട ആളുകൾ മുഴുവൻ അദ്ദേഹത്തിന് കിട്ടിക്കാണില്ല. എതിരഭിപ്രായമുള്ള ഒരു വിഭാഗത്തെ കണ്ട് കുറേ കാര്യങ്ങൾ ശേഖരിച്ചാൽ അതിന് കിട്ടാവുന്ന അതിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്നാൽ അത് നല്ല ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരം സർവേകൾ നടത്തുക, വ്യക്തമായി രേഖകൾ പ്രകാരം തെളിയിക്കണം. അത് കോടതിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അത്തരം വയനാട്ടിൽ അദ്ദേഹം വന്നു എന്ന് പറഞ്ഞ് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാനവിടെ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ 2 വർഷത്തിലേറെ മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. വയനാട്ടിൽ അങ്ങനെ നായ്ക്കളെ സ്നേഹിക്കുന്ന ഒരാളുടെ എന്താണ് അയാൾക്ക് പറയാനുള്ളത്? കേൾക്കാനുള്ള ഒരു മനോഭാവം ആ കമ്മീഷൻ ഉണ്ടായില്ല. ഡൽഹിയിൽ നിന്ന് അയച്ചതുകൊണ്ട് മാത്രം സുപ്രീം കോടതിയുടെ വലിയൊരു പ്രതിനിധി ആയിക്കോളണമെന്നില്ല. കേരളത്തിൽ വന്നു, ബീച്ചൊക്കെ കണ്ടു, അവിടെ ഇവിടെയും പോയി നായ്ക്കളെ ഒന്ന് കണ്ടുപോയി ഒരു അഭിപ്രായങ്ങൾ എഴുതിയാലാവുന്നില്ല. അത് വ്യക്തമായ രീതിയിൽ ഇപ്പം മീഡിയകളൊക്കെ ധാരാളം അതിനെ സഹായിക്കുന്നുണ്ട്. വരുന്ന സ്ഥലത്ത് ഒരു പബ്ലിക്കിൻ്റെ ഒരു ആളുകളെ സമ്മേളിപ്പിച്ചിട്ട് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായട്ടെ. മീഡിയകൾ സഹായിക്കുന്ന മീഡിയകൾക്കൊരിക്കലും മാധ്യമങ്ങൾക്കൊരിക്കലും താങ്കൾ കണ്ടതാണല്ലോ കുട്ടികൾ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ, താങ്കൾ കണ്ടതാണല്ലോ വൃദ്ധന്മാർ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ, താങ്കൾ കണ്ടതാണല്ലോ കേരളത്തിൽ നായ്ക്കളുടെ കടിയേറ്റ് മരിച്ച സംഭവങ്ങൾ. അതിനൊക്കെ നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും മീഡിയകൾ ഒരിക്കലും എതിർത്തു അല്ലെങ്കിൽ എതിർക്കണം എന്നല്ല പറയുന്നത്. ചുരുക്കം ചിലപ്പോഴൊക്കെ ഇത്തരം ഇതൊരു കാരുണ്യ പ്രവർത്തനമാണ്. ഇന്ന് ഈ പുല്ലുവിളയിൽ ഈ മനുഷ്യൻ മരിച്ച ദിവസം അദ്ദേഹം കിടക്കുന്ന ആ മുഖഭാവം കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വേദന ആരാണ് ഉൾക്കൊള്ളുന്നത്? അതുകൊണ്ട് തെരുവ് നായ്ക്കളെല്ലാം വിട്ടേക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഈ തെരുവ് നായ കടിക്കാനിടയാകുന്ന സംഭവത്തിനെതിരെ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ഇത് പാലിച്ചിട്ടുള്ളത്? എവിടെയാണ് ചെയ്തിട്ടുള്ളത്? ഒരു കോഴിക്കോടോ അല്ലെങ്കിൽ വയനാടോ, ഈ 2 ജില്ലകളിൽ എൻ്റെ തൊട്ടടുത്ത 2 പ്രദേശങ്ങളാണ്. എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഫണ്ടൊക്കെ ഈ പണമൊക്കെ എവിടെ ചെലവഴിക്കുന്നു? ഇതിനുവേണ്ടി നീക്കി വെക്കുന്ന പണം ജനങ്ങളുടെ പണമാണ്. ഇതെവിടെ ചെലവഴിക്കുന്നു? എന്നിട്ട് ചെലവഴിച്ചിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നത് കാണട്ടെ. ജോസ് മാവേലി, താങ്കൾക്ക് മറുപടി പറയാം. ഞങ്ങൾ പറയണത് ഏതായാലും ഒരു സന്തോഷം എനിക്ക് പറയാനുള്ളത് മറ്റേ കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ തിരുവനന്തപുരം മേയർ എൻ്റെ സുഹൃത്തും കൂടിയാണ്, നല്ല ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്, അക്രമകാരി തെരുവുനായ്ക്കളെ കൊല്ലുന്നതിന് വിരോധമില്ലെന്ന് പറയുന്നു. അങ്ങനെയുള്ള നേതാക്കന്മാർ നമുക്ക് വേണം. ഇപ്പൊ മന്ത്രി KT ജലീൽ അദ്ദേഹം 5-6 മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ് അക്രമകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പിന്നീട് അദ്ദേഹത്തെ അതിന് മാറ്റിയിട്ട് പിന്നെ വന്ധ്യകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അക്രമകാരികൾ തെരുവുനായ്ക്കളെ കൊല്ലുക, അങ്ങനെയുള്ള കൊല്ലുന്നവർക്കെതിരെ ശിക്ഷ എടുക്കരുത് എന്ന് ഗവൺമെന്റ് പറയട്ടെ, ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് പറയേണ്ടത് അക്രമകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കരുത് എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അത് നാളെ പത്രങ്ങളിലും മീഡിയയിലും ഒക്കെ വരട്ടെ. അതിന് മീഡിയ വൺ ഒരു ചലഞ്ച് എടുക്ക്. നിങ്ങൾ ഉറപ്പിച്ച് പറയും, അക്രമകാരികളുടെ തെരുവുനായ്ക്കളെ സർക്കാർ പറയുന്നു അല്ലെങ്കിൽ മന്ത്രിസഭ പറയുന്നു അക്രമകാരി തെരുവുനായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ ശിക്ഷാ നടപടി എടുക്കാൻ പാടില്ല. ഒറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ പ്രശ്നം തീർന്നു. ഇവിടെ എല്ലാവരും റെഡിയാണ്. അക്രമകാരി തെരുവുകളെ കൊല്ലാനായിട്ട് എല്ലാ ആൾക്കാരും റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് മന്ത്രിസഭ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക. ഒന്ന്, സർവകക്ഷി യോഗം വിളിക്കുക, ജനങ്ങളുടെ അഭിപ്രായം അറിയുക എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. 2, അക്രമകാരികളെ തെരുവുനായ്ക്കളെ കൊല്ലുവാനായിട്ട് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് അതൊരു പരസ്യം ചെയ്യാം. ഒരു പോലീസും ഇതിനെതിരെ കേസെടുക്കാൻ പാടില്ലെന്ന്. ഇതിപ്പോ പോലീസുകാർ നോക്കിയിരിക്കുക, എവിടെയെങ്കിലും പട്ടിയെ തൊട്ടോ പട്ടിയുടെ മുഖത്ത് നോക്കിയോ എന്നൊക്കെ പറഞ്ഞ് എന്റെ പേരിൽ കേസ് എടുക്കാമെന്ന് കാണും. അപ്പൊ അങ്ങനെ പട്ടിയെ നിന്ന് പേടിപ്പിച്ചാൽ മതി, എന്റെ പേരിൽ കേസാവും. ഇതൊക്കെയാണ് നിയമങ്ങളോട് നിൽക്കുന്നത്. എന്ത് നിയമം എനിക്കറിയില്ല. അപ്പൊ മനഃപൂർവ്വം ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി തെരുവുനായ സ്നേഹികള് അല്ലെങ്കിൽ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന ഒരു കൂട്ടർക്ക് പോലീസ് മാറിക്കൊടുക്കുകയാണ്. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസ് കേസെടുക്കുന്നു. എന്താ അവിടെ നടക്കുന്നത്? മനുഷ്യജീവന് വിലയില്ല. എന്തോ മാത്രം ആൾക്കാരെ ദിവസേന ഇതിപ്പോ ഒരാൾ മരണപ്പെടുമ്പോൾ മാത്രമേ വാർത്തയാവുന്നുള്ളൂ. ദിവസേന ഒരു ദിവസം കടിക്കുന്ന ആൾക്കാരെ എണ്ണ അറിയാമോ? ഒരു ദിവസം മിനിമം ഇവിടെ കേരളത്തിൽ 1000 പേരെങ്കിലും ഇപ്പൊ പട്ടി കടിക്കുന്നുണ്ട്.
അതൊന്നും വാർത്തയാവുന്നില്ല. പാവപ്പെട്ട ആൾക്കാര്, തെരുവിൽ അലിയുന്ന ആൾക്കാര്, പീഡിയത്തിനിടയിൽ അന്തിയുറങ്ങുന്ന പാവപ്പെട്ട ജനങ്ങള്, സ്വന്തമായി ഒരു ഭൂമിയോ വീടോ ഇല്ലാതെ എത്രയോ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ കഴിയുന്നു. അവരെല്ലാം എവിടെ കിടന്ന് ഉറങ്ങുന്നു? അവിടെ തെരുവുനായ്ക്കളെ എന്താ അവർ ചെയ്യണത്? ഇതാരും നോക്കുന്നുണ്ടോ? ഇത് വളരെ വളരെ സങ്കടകരമാണ്. ഇപ്പൊ ജനസേവാ ശിശുഭവനില് അവിടെയുള്ള കുഞ്ഞുങ്ങൾ വരുന്ന ഈ നാടോടികളെ സ്ത്രീകളൊക്കെ, അവരെ അമ്മമാര് നാടോടി സ്ത്രീകളാണ്. അവര് കുഞ്ഞുങ്ങളെ കാണാൻ വരുമ്പോൾ അവരുടെ ശരീരത്തിലൊക്കെ മുറിവുകളുണ്ട്. അത് തുണി വെച്ച് കെട്ടിയിരിക്കുക. അപ്പം ചോദിക്കുമ്പോൾ പറയുന്നത് തെരുവുനായി കടിച്ചാണ്. ഇതൊന്നും വാർത്തയല്ല. ഇപ്പൊ എത്രയോ തെരുവുനായ്ക്കളെ കടിച്ച് ഇങ്ങനെ ആൾക്കാർ പേളകി മരിക്കുന്നു. ഇപ്പൊ കോഴിക്കോട് തന്നെ കഴിഞ്ഞ 5-6 മാസം മുമ്പ് ഒരു നാടോടി സ്ത്രീ മരിച്ചു. തമിഴ്നാട് സ്ത്രീയാണ്, വലിയ വാർത്തയൊന്നും ആയില്ല, പേളകി മരിക്കുകയാണ്. അങ്ങനെ എന്തുമാത്രം സംഭവങ്ങൾ. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ആരോ അയൽവക്കാർ കൊണ്ടുപോയാക്കിയതാണ്. എല്ലാവരും അവിടെ കിടന്ന് മരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ കേരളത്തിൽ മാത്രമല്ല, അത് ഇന്ത്യയിൽ മൊത്തം ഉണ്ട് ഈ ശാപം. ഇന്ത്യ രാജ്യത്ത് മൊത്തം ഉള്ളതാണ്. ഇതിനൊരു മേനകാഗാന്ധി എന്ന് പറയുന്ന ഒരു മന്ത്രി ഇതിനുവേണ്ടി ഒരു എന്താ പറയാ നായസ്നേഹം കൊണ്ട് പെരുമാറുന്നു. ആ നായസ്നേഹം കൊണ്ട് പെരുമാറുന്ന മൂലം BJPക്ക് എന്താ പറയാ കേരളത്തിലെ ഒരു അജണ്ടയുണ്ട്, രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത്. ഞാനൊരു പ്രത്യേക രാഷ്ട്രീയമുള്ള ആളൊന്നുമില്ല. എനിക്ക് സങ്കടകരമായ അവസ്ഥ പറയുന്നത് BJP ഇവിടെ വളരാണ്ടിരിക്കാനായിട്ട് ഒരു മാർഗമാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളതെ, അവർ പറയുന്നതാണ് ഒരു പട്ടി കടിച്ചാൽ ഉടനെ നമ്മൾ കുറ്റം പറയുന്നത് ആരെയാണ്? മേനകാന്തിയാണ്. മേനകാന്തി കാരണമാണ് ഇവിടെ നമുക്ക് ശാപം കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ പട്ടികൾ ഇങ്ങനെ കടിക്കുന്നത്. അത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഗവൺമെന്റ് വളരെ വളരെ എന്താ പറയാ ആത്മാർത്ഥമായിട്ട് പറയണം, അക്രമകാരികളുടെ തെരുവുനായ്ക്കളെ കൊല്ലുക. അതിന് ഞങ്ങൾ ആരെയും അതിനെ ഉപദ്രവിക്കുന്നില്ല, ഒരു നിയമ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ഇതത് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എന്റെ പേരിൽ മേനകാഗാന്ധി മാത്രം 2001 വന്ന കേന്ദ്ര നിയമമാണ് അതിന് തടസ്സം അല്ലേ? 2001 വന്ന കേന്ദ്ര നിയമമാണ് അതിന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിയമം നിൽക്കുന്നത് എനിക്കറിയില്ല. പിന്നെ എങ്ങനെ ആൾക്കാർ ചെയ്യാൻ പറ്റും? അതെ, അത് സമ്മതിച്ചു. ആ നിയമം അങ്ങനെയാണ്. അത് സമ്മതിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ നിയമം അങ്ങനെ വന്നതുകൊണ്ട് ജനങ്ങൾ മൊത്തം പറയുന്നത് എന്താണ്? മേനകാന്തിയാണെന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ രസം, അതാണ് ഇതിന്റെ വിഷയം. മേനകാന്തിയാണ് തെരുവുനായ്ക്കൾ, ആ പേരും പറഞ്ഞിട്ടാണ് ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മേനകാന്തിയുടെ ഈ നയത്തിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ പറ്റിയ അവസരമാണ്. നമുക്ക് പ്രതികരിക്കാൻ പറ്റിയ അവസരമാണ്. ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക. അക്രമകാരികൾ തെരുവുനായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ ശിക്ഷ നടപടി എടുക്കരുത്, പോലീസ് കേസ് എടുക്കരുത് എന്നൊരു വാക്ക് ഗവൺമെന്റ് പറയട്ടെ. നായസ്നേഹം നല്ലത് തന്നെയാണ്, പക്ഷേ ജനങ്ങളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് തെരുവ് നായ ശല്യം കൂടിയാൽ അതിനെതിരെ നടപടിയെടുക്കേണ്ടതാണ് സർക്കാർ. അക്കാര്യത്തിൽ അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കുക തന്നെയായിരിക്കും അതിനുള്ള പോംവഴി. അതേസമയം തന്നെ തെരുവ് നായ്ക്കളെ ഒന്നാകെ ഉന്മൂലനം ചെയ്യുക എന്ന ആശയത്തോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ VK പ്രശാന്ത്, ഡോക്ടർ D ധനുരാജ്, ശ്രീ ജോസ് മാവേലി, ശ്രീ കൃഷ്ണൻകുട്ടി ചർച്ചയുടെ ഭാഗമായതിന്. ഇതോടെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി പോളിമിക്സ് കാണാം. ഗുഡ് ബൈ.